ാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്നോട് വയറ് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഡോക്ടർ ഒന്നും ജെല്ലൊന്നും പുരട്ടിയിട്ടില്ല, എന്നെ സ്കാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറിനോട് ചിരിച്ചിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് എൻ്റെ അമ്മയെ അതുമല്ല, ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എൻ്റെ വയറ് മുഴുവൻ സാധാരണ 1 ഡ്രോപ്പ് എടുത്തിട്ടാണ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ് നമ്മുടെ അമ്മയുടെ ഉടമ്പടി തൈലം എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ വയറ് മുഴുവനും ഒരു ഭയത്തോടു കൂടി തന്നെ മുഴുവനായിട്ട് ഞാൻ തൈലം പുരട്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കൂടാതെ നമ്മുടെ കാശുരൂപം എൻ്റെ ബോഡി ടച്ച് ചെയ്യുന്ന വ്യക്തി പിൻ ചെയ്തിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് കാണുന്നിട്ട് ഒരു കുഴപ്പം കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊരു മിറാക്കിളായിരിക്കും ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് എന്താ മിറാക്കിളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ട് ഡോക്ടറെ, ഞങ്ങളുടെ ഒരു അമ്മയുണ്ട്, അമ്മ എന്നെ സുഖപ്പെടുത്തി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തില്ലല്ലോ, അതിനു മുമ്പ് എന്തിനാ ഇങ്ങനെ മിറാക്കിളെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി ഡോക്ടർ സ്കാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ജെല്ലൊക്കെ പറ്റി സ്കാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം യൂട്രസോട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു എൻ്റെ പഴയ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും വേണമെങ്കിലും അതൊക്കെ കാണാം. എൻ്റെ പഴയ റിപ്പോർട്ട് എടുത്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഈ യൂട്രസിനകത്തുള്ള ഈ നമ്മുടെ ഫൈബ്രോയിഡ്സ് എല്ലാം കുരുക്കളായല്ലോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു മരുന്ന് കഴിക്കുന്നുണ്ട് ഡോക്ടർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനുമാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇത് മിറക്കിളാണ്, ഒരു പരിശുദ്ധ അമ്മയുണ്ട് എന്നെ സുഖപ്പെടുത്തിയാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ഉണ്ടല്ലോ നോക്കാൻ, ഇനി 2 ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറി ഉണ്ടല്ലോ, ഞാൻ അതുകൂടെ നോക്കിയിട്ട് നമുക്ക് മിറാക്കിളാണോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഡോക്ടർ റൈറ്റ് ഓവറി നോക്കി. ഡോക്ടർ റൈറ്റ് ഓവറി പരിശോധിച്ച ശേഷം പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ, ഇയാൾ പറഞ്ഞ പോലെ മിറാക്കിളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു ഹിന്ദുവാണ്, ഞാൻ പരിശുദ്ധാമ്മയെക്കുറിച്ചാണ് പറയുന്നത്, ഞാനും ഒരു ഹിന്ദുവാണ്, എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടു, അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ലെഫ്റ്റ് ഓവറിയും കൂടെ ഉണ്ടല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഓവറിൽ ശരിക്കും 7.5ൻ്റെ ഒരു വലിയ സിസ്റ്റായിരുന്നു. അപ്പം അത് നോക്കി ലെഫ്റ്റ് നോക്കിയപ്പം അതിലും ഒന്നുമില്ല, എല്ലാം ക്ലിയറാണ്. അതിൻ്റെ റിസൾട്ട് എൻ്റെ റിപ്പോർട്ടിനകത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാവുന്നതാണ്. എന്നെ അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ആ ഡോക്ടർ എന്നോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു, ഇത് എവിടെയാണ്, ആലപ്പുഴ എവിടെയാണ്? ഞാൻ കലവൂരാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ ശക്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇയാൾ പറഞ്ഞ പോലെ ഇതൊരു മിറാക്കിൾ തന്നെയാണ്, ഇയാൾക്ക് സർജറിയുടെ ആവശ്യമേ ഇല്ല,